എല്ലാവരും ആഗ്രഹിക്കുന്ന, എല്ലാവരും ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കുന്ന ഒരു വിഷയമാണ് മനസ്സമാധാനം എന്ന് പറയുന്നത്. എല്ലാ ആളുകളിലും ഇന്ന് അത് നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഓരോരുത്തർക്കും പലതരത്തിലുള്ള വിഷമങ്ങൾ, പല രീതിയിലുള്ള പ്രയാസങ്ങൾ. ചില ആളുകൾക്ക് രോഗസംബന്ധമായുള്ള വിഷയം, ചില ആളുകൾക്ക് മാനസികമായുള്ള പീഡനങ്ങൾ സഹിക്കാൻ കഴിയാതെയുള്ള പ്രയാസം. അതായത് ഭർത്താവിന്റെ വീട്ടിൽ ഭർത്താവിന്റെ സ്വഭാവം, ഭാര്യയുടെ, അതുപോലെ തന്നെ അമ്മായിയമ്മയുടെ സ്വഭാവം, ഇങ്ങനെ വെച്ച് വളരെ പ്രയാസപ്പെടുന്ന ആളുകൾ ഒരു ഭാഗത്ത്. മറ്റൊരു ഭാഗത്ത് മക്കളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർ. ഇങ്ങനെ 100 കൂട്ടം പ്രയാസങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും സങ്കടപ്പാടുകളും നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു അവസ്ഥയിൽ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി ഹബീബായ നബി തങ്ങൾക്ക് തന്നെ നമുക്ക് മാർഗങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. ഇതൊന്ന് ശ്രദ്ധിച്ചാൽ വല്ലാത്ത നന്മയാണ്. വലിയ പ്രയാസങ്ങളൊന്നുമില്ല, ദിക്റുകളല്ല, നിസ്സാരമായി നമ്മളെല്ലാവരും കേട്ടുവരുന്ന ദിക്റുകളും ദുആകളുമാണ്. അതിനാകട്ടെ വലിയ സ്ഥാനവും വലിയ മഹത്വവും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൽപ്പിച്ചു തരികയാണ്. ഒരുപാട് ദിക്റുകളുണ്ട്, ഒരുപാട് അദ്കാറുകൾ, ഒരുപാട് ദിക്റുകൾ. അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. ഒരുപാട് ആയിരക്കണക്കായ ദിക്റുകളാണ് ഹബീബായ നബി തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽ നിന്ന് ഞാൻ ആദ്യമായി പറയാൻ പോകുന്നത്, ശരിക്ക് കേൾക്കണേ, അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, ആരെങ്കിലും ഒരാൾ ഈ വിശുദ്ധമായ അമൽ അവന്റെ ജീവിതത്തിൽ ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹു അവനിക്ക് കൊടുക്കുന്ന പവർ എന്താണെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആ മനുഷ്യൻ ഇത് രാവിലെയാണ് ചെയ്യുന്നതെങ്കിൽ വൈകുന്നേര സമയം വരെ ഒരു നിമിഷം പോലും ഒടിഞ്ഞു പോകാതെ, ഒരു സെക്കൻഡ് പോലും ഒഴിയാതെ ആകാശ ലോകത്തിലുള്ള മഹാന്മാരായ മാലാക്കന്മാരുണ്ടല്ലോ, എല്ലാവരും ഇവന്റെ മേൽ സ്വലാത്ത് ചൊല്ലുമെന്ന് റസൂലുള്ളാഹ്. ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, 70,000 മാലാക്കന്മാർ വക്കലല്ലാഹു ലഹു വക്കലല്ലാഹു ബിഹി 70,000 മലക്. 70,000 മാലാക്കന്മാരുണ്ടല്ലോ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ അരികിലേക്ക് അല്ലാഹു പറഞ്ഞു വിടുന്നതാണ്, അവന്റെ അരികിലേക്ക് പറഞ്ഞു വിടുന്നതാണ്. ഏതുവരെ? ഹത്താ യുംസിയ, ഇത് പ്രഭാത സമയത്തിലാണ് ചൊല്ലുന്നതെങ്കിൽ വൈകുന്നേര സമയം വരെ അവന്റെ കൂടെ സഞ്ചരിക്കാൻ, അവനോടുന്ന വാഹനത്തിൽ സഞ്ചരിക്കാൻ, അവൾ ജോലി ചെയ്യുന്ന അടുക്കളയിൽ, അവൾ കിടന്നുറങ്ങുന്ന ബെഡ്റൂമിൽ, അവൾ മുറ്റമടിച്ചു വാരുന്ന മുറ്റങ്ങളിൽ, അവൾ കൃഷി ചെയ്യുന്ന പറമ്പുകളിൽ, എല്ലാ മേഖലകളിലും ഈ 70,000 മാലാക്കന്മാരിങ്ങനെ സഞ്ചരിക്കുകയാണ്. അവരുടെ പണി എന്താണെന്നറിയോ? യുസല്ലൂന അലൈഹി, ഇവന്റെ മേൽ സ്വലാത്ത് ചൊല്ലനാണ് പണി. എന്ന് പറഞ്ഞാൽ ഇവന്റെ പാപം പൊറുക്കാൻ വേണ്ടി അല്ലാഹുവിനോട് പറയുകയാണ്, പടച്ചവനെ, ഇവൻ ഇന്നാലിന്ന അമൽ ചെയ്തവനാണ്, അല്ലാഹുവേ ഇവനെ നീ പരാജയപ്പെടുത്തരുത്, ഇവനെ നീ വിഷമിപ്പിക്കരുത്, അല്ലാഹുവേ ഈ മനുഷ്യന്റെ ദോഷങ്ങളെല്ലാം നീ പുറത്തു കൊടുക്കണേ തമ്പുരാനെ എന്നിങ്ങനെ പറയാൻ 70,000 മാലാക്കന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അരികിലേക്ക് പറഞ്ഞു വിടുമെന്നാണ്. എന്താണ് ചെയ്യേണ്ടതെന്നറിയോ? ഒരേ ഒരു കാര്യമാണ് അവൻ ചെയ്യേണ്ടത്. പ്രഭാത സമയത്തിൽ രാവിലെ സുബ്ഹ് നിസ്കാരം കഴിഞ്ഞ ഉടനെ മഅഖൽ ഇബ്നു യസാർ, മഹാനാകുന്ന മഅഖൽ ഇബ്നു യസാർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഈ ഹദീസ് വിശുദ്ധമായ സഹീഹ് തുർമുദിയിൽ ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? മഹാനാകുന്ന മഅഖൽ ഇബ്നു യസാർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളിൽ നിന്ന് ഖാല, നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ് പറഞ്ഞത്? മൻ ഖാല, ആരെങ്കിലും പറഞ്ഞാൽ, ഹീന യുസ്ബിഹു, പ്രഭാത സമയത്തിൽ ആരെങ്കിലും ഒരാൾ പറഞ്ഞാൽ, 3 മറന്നു പോകരുത് ഉമ്മമാരെ,
പേനും പേനും കടലാസും ഉണ്ടെങ്കിൽ ഒന്ന് എഴുതി വെക്കണേ. അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, മൻ ഖാല, ആരെങ്കിലും പറഞ്ഞാൽ, ഹീന യുസ്ബിഹു, പ്രഭാത സമയത്തിൽ ആരെങ്കിലും പറഞ്ഞാൽ, സലാസ മറാത്ത്, 3 തവണ. എന്തിനെ? അഊദു ബില്ലാഹി സമീഇൽ അലീം മിനശ് ശൈത്വാനിർ റജീം. ഇങ്ങനെ 3 തവണ പറയുകയാണ്. മറന്നു പോകല്ലേ. എഴുതി വെക്കാൻ കഴിയുന്നവരൊന്ന് എഴുതി വെക്കണേ. ഞാനൊന്ന് സാവധാനം പറഞ്ഞു തരാം. അല്ലാഹുവേ, നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. കമന്റിലൂടെ എഴുതാൻ കഴിയുന്നവരുണ്ടല്ലോ, സ്പീഡിൽ എഴുതാൻ കഴിയുന്ന ആളുകളുണ്ട്, അവരൊന്ന് എഴുതി കൊടുക്കണേ. ആരെങ്കിലും ആ കമന്റ് വായിച്ചു നോക്കിയിട്ട് ആരെങ്കിലും അത് ചൊല്ലാൻ കഴിഞ്ഞാൽ ദുനിയാവും ആഖിറത്തിലും നമുക്ക് കിട്ടുന്നതിൽ ഏറ്റവും വലിയ വിജയമുള്ള സംഗതിയല്ലേ അത്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ചൊല്ലേണ്ടത് ഇങ്ങനെയാണ്, അഊദു ബില്ലാഹി സമീഇൽ അലീം മിനശ് ശൈത്വാനിർ റജീം. ഈ വിശുദ്ധമായ ഇങ്ങനെ അഊദുവിനെ എത്ര തവണ ചൊല്ലി? 3 തവണ ചൊല്ലുകയും ചെയ്തു. എന്നിട്ട് വഖറഅ, പിന്നീട് അവൻ പാരായണം ചെയ്യുകയും ചെയ്തു. 3 ആയാത്ത്, 3 ആയത്തുകൾ അവർ പാരായണം ചെയ്യുകയും ചെയ്താൽ, മിൻ ആഖിരി സൂറത്തുൽ ഹശ്രി, വിശുദ്ധമായ സൂറത്തുൽ ഹശ്ർ ഉണ്ടല്ലോ, ഹശ്ർ സൂറത്തിലെ അവസാനത്തെ 3 ആയത്തുകൾ ഉണ്ടല്ലോ, ആ 3 ആയത്തുകൾ ആരെങ്കിലും ഒരാൾ പാരായണം ചെയ്യുകയും ചെയ്താൽ, മറന്നു പോകല്ലേ. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അഊദു ബില്ലാഹി സമീഇൽ അലീം മിനശ് ശൈത്വാനിർ റജീം. അങ്ങനെ 3 തവണ പറഞ്ഞു. അതിനുശേഷം വിശുദ്ധമായ സൂറത്തുൽ ഹശ്ർ ഉണ്ടല്ലോ, ഹശ്ർ സൂറത്തിലെ അവസാനത്തെ 3 ആയത്തുണ്ടല്ലോ, ഏതാണ് ആ 3 ആയത്തെന്നറിയോ? ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ മലിക്കുൽ ഖുദ്ദൂസുസ് സലാമുൽ മുഅ്മിനുൽ മുഹൈമിൻ, സലാമുൽ മുഅ്മിനുൽ മുഹൈമിനുൽ അസീസുൽ ജബ്ബാറുൽ മുതകബ്ബിർ, സുബ്ഹാനല്ലാഹി അമ്മാ യുശ്രികൂൻ, ഹുവല്ലാഹുൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിറു ലഹുൽ അസ്മാഉൽ ഹുസ്നാ, യുസബ്ബിഹു ലഹു മാ ഫിസ് സമാവാതി വൽ അർദ് വഹുവൽ അസീസുൽ ഹകീം. ഒന്നുകൂടെ ഞാൻ ഓതുകയാണ്, മറക്കല്ലേ. വിശുദ്ധമായ സൂറത്തുൽ ഹശ്റിലെ അവസാനത്തെ 3 ആയത്ത്, ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ ആലിമുൽ ഗൈബി വശ്ശഹാദ ഹുവർ റഹ്മാനുർ റഹീം. ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ മലിക്കുൽ ഖുദ്ദൂസുസ് സലാമുൽ മുഅ്മിനുൽ മുഹൈമിൻ, അസ്സലാമുൽ മുഅ്മിനുൽ മുഹൈമിനുൽ അസീസുൽ ജബ്ബാറുൽ മുതകബ്ബിർ, സുബ്ഹാനല്ലാഹി അമ്മാ യുശ്രികൂൻ, ഹുവല്ലാഹുൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിറു ലഹുൽ അസ്മാഉൽ ഹുസ്നാ, യുസബ്ബിഹു ലഹു മാ ഫിസ് സമാവാതി വൽ അർദ് വഹുവൽ അസീസുൽ ഹകീം. മമാരെ മറക്കല്ലേ. ആരെങ്കിലും ഒരാൾ പ്രഭാത സമയം എഴുന്നേറ്റ ഉടനെ തന്നെയായി ഈ വിശുദ്ധമായ 3 ആയത്തുകൾ ഉണ്ടല്ലോ, ഈ 3 ആയത്തുകളും ഓതിക്കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ ഹബീബാ നബി തങ്ങൾ പറയുകയാണ്, ഇത് സ്വഹീഹായ ഹദീസാൻ, വക്കലല്ലാഹു ബിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ചൊല്ലിയ കാരണത്താൽ അല്ലാഹു അവനിൽ ഏൽപ്പിച്ചു കൊടുക്കും 70000 മലക, 70000 മലാക്കന്മാർ. ഞാൻ ഇന്നത്തെ ദിവസം ഇത് ചൊല്ലിയവനാണോ, എന്റെ കൂടെ ഇന്ന് 70000 മലാക്കന്മാരുണ്ടാകും. സ്വാദിഖ് ഫൈൽ ഇത് ചൊല്ലിയിട്ടുണ്ടോ? എന്നാൽ അദ്ദേഹത്തിന്റെ കൂടെ 70000 മലാക്കന്മാരുണ്ടാകും. മുനവ്വർ യമാനി ചൊല്ലിയോ? എന്നാൽ നിങ്ങളുടെ കൂടെ 70000 മലാക്കന്മാരുണ്ടാകും. ഈ വിശുദ്ധമായ നൂറെ അജ്മീർ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ ഉമ്മമാരും ചൊല്ലിയിട്ടുണ്ടോ? നിങ്ങളുടെ കൂടെ 70000 മലാക്കന്മാരുണ്ടാകും. ഏതുവരെ? ഹത്ത
വൈകുന്നേര സമയം വരെ, ആ സമയം വരെ മഹാന്മാരായ മാലാക്കന്മാർ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. അവരുടെ ഡ്യൂട്ടി എന്താണെന്നറിയോ? യുസല്ലൂന അലൈഹി, ഇവന്റെ മേൽ സ്വലാത്ത് ചെല്ലലാണ്. എന്ന് പറഞ്ഞാൽ മലക്കുകളുടെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ സ്വലാത്ത് ദോഷം പുറത്തു കൊടുക്കലാണ്. അള്ളാഹു ഒരാളെ മേൽ സ്വലാത്ത് ചൊല്ലുന്നു എന്ന് പറഞ്ഞാൽ അവന്റെ പാപം അള്ളാഹു പുറത്തു കൊടുക്കുന്നു എന്നാണ്. എന്നാൽ മലക്കുകളുടെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അയാളുടെ ദോഷം പൊറുക്കാൻ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടലാണ്. മുനവ്വർ യമാനി ഇന്ന് ഇത് ഓതിയിട്ടുണ്ടെങ്കിൽ 70,000 മാലാക്കന്മാർ ഒരു സെക്കൻഡ് പോലും ഒഴിഞ്ഞു നിൽക്കാതെ, ഒരു സെക്കൻഡ് പോലും മാറി നിൽക്കാതെ, അവർക്ക് ഭക്ഷണമില്ലല്ലോ, അവർക്ക് വെള്ളം കുടിക്കാൻ ഇല്ലല്ലോ, അവർക്ക് ഉറക്കമില്ലല്ലോ, അവർക്ക് വിശ്രമമില്ലല്ലോ, അള്ളാഹു ഏൽപ്പിച്ച കാര്യം അവർ ചെയ്യുകയില്ലയോ? ഈ മഹാന്മാരായ മാലാക്കന്മാർ വൈകുന്നേര സമയം വരെ നമുക്ക് വേണ്ടി പൊറുക്കലിനെ തേടിക്കൊണ്ടിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് നിങ്ങൾ ഇത് പ്രഭാതത്തിൽ ചൊല്ലുകയും, പ്രഭാതത്തിൽ നിങ്ങൾ ഈ വിശുദ്ധമായ ആയത്ത് നിങ്ങൾ പാരായണം ചെയ്യുകയും ഇന്നത്തെ ദിവസം നിങ്ങൾ ലോകത്തിൽ നിന്ന് വിട പറയുകയും ചെയ്താൽ, ഈ ദിവസത്തിലാണ് നിങ്ങൾ മരിക്കുന്നതെങ്കിൽ അള്ളാഹുവിന്റെ റസൂലാ പറയുന്നത്, വായക്കാട് വലിയുദ്ദീൻ ഫൈലിയല്ല ഈ സംസാരിക്കുന്നത്, ഹബീബാ നബി തങ്ങൾ പറയുകയാണ്, മാത ഷഹീദ, അവൻ ഷഹീദിന്റെ കൂലിയോടെ മരണപ്പെട്ടു പോയവനാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, ഇത് ജീവിതത്തിൽ പകർത്തുവാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ തമ്പുരാനെ. എല്ലാവരും ഒന്ന് കൈപൊക്കൂ, ഇൻഷാ അല്ലാഹ് പ്രതിജ്ഞ എടുക്കൂ. ഈ വിശുദ്ധമായ മജ്ലിസിൽ വെച്ചുകൊണ്ട് ഉസ്താദേ ഹാജ തങ്ങളുടെ ഈ മജ്ലിസിൽ വെച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇന്നു മുതൽ ഞാൻ ഇതെന്റെ ജീവിതത്തിൽ പകർത്താൻ കൊണ്ട് നടക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഉസ്താദേ എന്ന് പറയാൻ കഴിയുന്നവര് ഒന്ന് ബിസ്മീൻ ചൊല്ലി കൈപൊക്കുമോ? അല്ലാഹുവേ തൗഫീഖ് നൽകണേ തമ്പുരാനെ, അല്ലാഹുവേ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഈ പകൽ സമയത്തിൽ അവർ മരിച്ചാൽ മാത ഷഹീദ. എന്നിട്ട് അതുപോലെ തന്നെ നബി തങ്ങൾ പറയുകയാണ്, വമൻ ഖാലഹാ ഹീന യുംസി, ഇത് വൈകുന്നേരമാണ് ചൊല്ലുന്നതെങ്കിൽ ഇന്നത്തെ രാത്രിയിൽ നാം കടന്നുറങ്ങാൻ പോകുന്ന സമയത്തിലാണ് ഈ വിശുദ്ധമായ അഊദു ബില്ലാഹി സമീഉൽ അലീം മിനശ് ശൈത്വാനിർ റജീം എന്ന് 3 തവണ പാരായണം ചെയ്ത് വിശുദ്ധമായ സൂറത്തുൽ ഹശറിലെ അവസാനത്തെ 3 ആയത്തുണ്ടല്ലോ, ആ 3 ആയത്ത് പാരായണം ചെയ്തുകൊണ്ട് കടന്നുറങ്ങിയാൽ സുബ്ഹാനല്ലാഹ്, രാവിലെ വരെ പ്രഭാതം വരെ മഹാന്മാരായ മാലാക്കന്മാർ അവരൊരു നിമിഷം പോലും ഉറങ്ങാതെ നമുക്ക് വേണ്ടി അവർ പൊറുക്കലിനെ തേടുകയാണ്. ഈ രാത്രി എങ്ങാനും നാം മരിച്ചുപോയാൽ നമ്മൾ മരിക്കുന്നത് ഒരു ചില്ലറക്കാരനായിക്കൊണ്ടല്ല, ഷഹീദിന്റെ കൂലിയോടെ മരിക്കുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് ഖൈർ നൽകണേ അല്ലാഹ്.